ശക്തമായ ത്രികോണ പോരാട്ടം നടന്ന തൃശൂർ മണ്ഡലത്തിൽ 72% അധികമാണ് പോളിംഗ്. ഇത് മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ കുറവാണ്. അതേസമയം ഇവിടെ വിവാദങ്ങളും കനക്കുകയാണ്. ആലത്തൂർ മണ്ഡലത്തിൽ നിന്നടക്കം BJP നിരവധി വോട്ടുകൾ തൃശൂർ മണ്ഡലത്തിലേക്ക് മാറ്റിയെന്നാണ് LDFിന്റെ ആരോപണം. പണം കൊടുത്ത് വോട്ടർമാരെ വശത്താക്കാൻ ശ്രമം നടന്നതായും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ വ്യക്തമാക്കി. രാഷ്ട്രീയമായ ഒരു നൈതികത എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അത് പൂർണ്ണമായിട്ടും മലീമസമാക്കാൻ BJP ശ്രമിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മണ്ഡലത്തിൽ വ്യാപകമായി ക്രോസ് വോട്ട് നടന്നുവെന്നാണ് UDFിന്റെ വിലയിരുത്തൽ. ഫ്ലാറ്റുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വോട്ട് ചേർത്തു. അതിന് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കൂട്ടുനിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാം, ഇവിടെ ക്രോസ് വോട്ടിംഗ് കാര്യമായിട്ടുണ്ടായിട്ടുണ്ട്. എല്ലാ ആരോപണങ്ങളും തള്ളിക്കളയുകയാണ് BJP. പൂർണ്ണ വിജയപ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥി. പാർട്ടി റിവ്യൂ നടത്തിയിട്ടുണ്ട്. അവർക്കുണ്ടായിരുന്ന ആത്മവിശ്വാസം ഇരട്ടിയായി എന്ന് തന്നെയാണ് എല്ലാവരും വിളിച്ച് അറിയിച്ചിട്ടുള്ളത്. ആലത്തൂർ, പാലക്കാട്, എറണാകുളം, ചാലക്കുടി മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം കുറഞ്ഞതാണ് ചർച്ച. പോളിംഗിന് വേഗം കുറഞ്ഞത് സാധാരണ സംഭവമായി കണക്കാക്കാൻ കഴിയില്ലെന്നാണ് പല സ്ഥാനാർത്ഥികളുടെയും നിലപാട്. എങ്കിലും വിജയപ്രതീക്ഷയിലാണ് എല്ലാവരും. ആളുകൾ പരമാവധി പോളിംഗ് ബൂത്തിൽ എത്താതിരിക്കട്ടെ എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ നയമെന്ന് സംശയിക്കുന്ന തരത്തിലാണ് പല BLOമാരുടെയും പ്രവർത്തനം ഉണ്ടായത്. പോളിംഗ് കുറഞ്ഞ ബൂത്തുകൾ സ്വാഭാവികമായിട്ട് UDFിൻ്റെയൊക്കെ കേന്ദ്രങ്ങളിൽ, UDFിന് മേൽക്കായ്മ കിട്ടുന്ന കേന്ദ്രങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് കുറവായിരിക്കുന്നത്. പോളിംഗ് ശതമാനത്തിലെ ഏറ്റക്കുറച്ചിലുകളും ഓരോ ബൂത്തിലെയും വോട്ടിംഗ് രീതികളും പരിശോധിച്ച് കണക്കുകൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് മുന്നണികൾ. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.